ഇയാൾ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാനായി നിൽക്കുമ്പോൾ അയാളുടെ ക്യൂവിനേക്കാൾ അടുത്തുണ്ടായിരുന്ന ക്യൂ വേഗത്തിൽ മൂവ് ആവുന്നത് നോട്ട് ചെയ്യുന്നു. കാരണം ആ ക്യൂവിലുണ്ടായിരുന്നവരുടെ കയ്യിലെല്ലാം കുറച്ച് ഐറ്റംസ് മാത്രമാണുള്ളത്. അതേസമയം ഇയാളുടെ ക്യൂവിലുണ്ടായിരുന്നവരെല്ലാം ബാസ്ക്കറ്റ് നിറച്ചു വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അടുത്ത ക്യൂവിന്റെ കൗണ്ടറിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ കാഷ്യർ ആണുള്ളത്. അവർ വളരെ ഈസിയായി ഐറ്റംസ് സ്കാൻ ചെയ്യുന്നു. അതേസമയം ഇയാളുടെ ക്യൂവിന്റെ കൗണ്ടറിൽ ഒരു പുതിയ പെൺകുട്ടിയാണുള്ളത്. അവൾ ഓരോ ഐറ്റമും വളരെ പതുക്കെയാണ് സ്കാൻ ചെയ്യുന്നത്. അത് കാരണം ദേഷ്യം വന്ന് ജോണിന്റെ പുറകിൽ നിന്ന് ഓരോരുത്തരായി അടുത്ത ക്യൂവിലേക്ക് പോകുന്നു. പക്ഷെ ജോൺ അവിടെ തന്നെ നിൽക്കുന്നു. നോക്കുമ്പോൾ ജോണിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരാളും പോകുന്നു. അത് കണ്ടതും ആളുകൾ കുറഞ്ഞതോർത്ത് ജോൺ റിലാക്സ് ആവുന്നു. പക്ഷെ കുറച്ചു സമയത്തിൽ തന്നെ ആ ക്യൂവിൽ നേരത്തെ നിന്നവർ മാത്രമല്ലാതെ ജോണിന്റെ ക്യൂവിൽ നിന്ന് പോയവരും ബില്ലടിച്ച് ചെക്ക്ഔട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അയാൾക്ക് ക്ഷമ നശിച്ചു നിൽക്കുന്ന ടൈമിൽ മാനേജർ വന്ന് ആ പെൺകുട്ടിയോട് എന്തോ പറഞ്ഞിട്ട് പോകുന്നു. നോക്കുമ്പോൾ അപ്പോൾ മുതൽ അവൾ നേരത്തെക്കാൾ വളരെയധികം സ്ലോ ആവുന്നു. ഒരു ഘട്ടത്തിൽ ക്ഷമ നശിച്ച ജോൺ അടുത്ത ക്യൂവിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. പക്ഷെ അയാൾ മാറിയ അടുത്ത നിമിഷം തന്നെ ആ പെണ്ണ് മിന്നൽ വേഗത്തിൽ ബില്ലടിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവൾ ജോലി കുറയ്ക്കുന്നതിനായി മനഃപൂർവ്വം സ്ലോ ആയി വർക്ക് ചെയ്ത് എല്ലാവരെയും അടുത്ത ക്യൂവിലേക്ക് അയച്ചതാണ്. അപ്പോൾ മാനേജർ വന്ന് ക്യൂവിൽ ഒരു പ്രതി ഉണ്ടെന്ന് പറഞ്ഞ് കഴിയുന്നിടത്തോളം അയാളെ അവിടെ തന്നെ നിർത്താൻ പറയുന്നു. അതുകൊണ്ടാണ് അവൾ നേരത്തെക്കാൾ സ്ലോ ആയി ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ജോൺ അടുത്ത ക്യൂവിലേക്ക് പോകാൻ തുടങ്ങിയതും തന്റെ റിയൽ സ്പീഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാതെ അടുത്ത കൗണ്ടറിൽ ഇരുന്ന ലേഡിക്ക് ഈഗോ ഉണ്ടായി അവളുമായി മത്സരിക്കാൻ തുടങ്ങുന്നു. അവർക്കിടയിൽ ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഇവൾ അതിൽ വിൻ ചെയ്യുന്നു. അതുകൊണ്ട് ജോൺ വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ വരുന്നു. കറക്റ്റായി ജോൺ അടുത്തെത്തിയതും അവളുടെ സിസ്റ്റം റിപ്പയർ ആവുന്നു. അത് കണ്ടതും ജോൺ അപ്സെറ്റ് ആവുന്നു. അവസാനം എങ്ങനെയൊക്കെയോ ചെക്ക്ഔട്ട് ചെയ്ത് പുറത്തു വരുന്നു. നോക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ അവിടേക്ക് പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു.